മക്കളെ, നാസ് എക്സാമിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നമുക്കൊരു മോഡൽ ചോദ്യം ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ ഭാഗം 1 താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിക്കുക. അപ്പം മലയാളം വായിക്കാൻ അറിയുന്ന ഏതൊരു കുട്ടിക്കും മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയുത്തരമാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ, നന്നായിട്ട് മലയാളം വായിച്ച് എല്ലാ ചിഹ്നങ്ങളും ഒക്കെ ഒന്ന് ഉറപ്പിച്ച് ശരിയാക്കി വെക്കണേ. അപ്പോൾ വായിക്കാം. ആരും എന്നോടൊപ്പം കളിക്കുന്നില്ല. സ്കൂൾ വിടാൻ അപ്പോഴും കുറച്ചു സമയം ബാക്കിയുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും കളിക്കുകയായിരുന്നു. രാജുവും അവരോടൊപ്പം കളിക്കാൻ ചെന്നു. പക്ഷേ ആരും അവനോടൊപ്പം കളിച്ചില്ല. അവന് സങ്കടമായി. കുറച്ചു സമയത്തിനകം ബെല്ലടിച്ചു. എല്ലാ കുട്ടികളും വീടുകളിലേക്ക് മടങ്ങി. രാജുവും വീട്ടിലെത്തി. അവനൊന്നിലും ഒരു താല്പര്യവും തോന്നിയില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന രാജുവിനെ കണ്ട് അമ്മ ചോദിച്ചു, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, ആരും എന്നോടൊപ്പം കളിക്കുന്നില്ലമ്മേ. വിഷമിക്കേണ്ട, നീ ആവശ്യപ്പെടാതിരുന്നിട്ടാവും അവർ നിന്നെ കൂട്ടാത്തത്. നാളെ നിന്നെയും കൂടെ കൂട്ടാൻ പറയൂ, അമ്മ പറഞ്ഞു. പിറ്റേന്ന് രാജു സ്കൂളിൽ ചെന്ന് കൂട്ടുകാരോട് ചോദിച്ചു, എന്നെ കൂടി നിങ്ങൾക്കൊപ്പം കളിക്കാൻ കൂട്ടാമോ? കൂട്ടുകാർ അവനെ കൈപിടിച്ച് മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവനും അവരോടൊപ്പം കളിക്കാൻ തുടങ്ങി. അന്ന് അവൻ വളരെ സന്തോഷവാനായിരുന്നു. നന്നായിട്ട് വായിച്ചിട്ട് നമുക്ക് ചോദ്യം നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയുത്തരത്തിന് നേരെയുള്ള അക്ഷരത്തിന് ചുറ്റും വട്ടം വരക്കാനാണ്. നിങ്ങൾക്ക് ഒരു OMR ഷീറ്റാണ് തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ബബിള് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആരുമായാണ് കുട്ടികൾ കളിക്കാതിരുന്നത്? ഓപ്ഷൻ നമ്പർ എ പാവ, ബി രാജു, സി അമ്മ, ഡി ചിന്നു. ആരുമായിട്ടാണ് കുട്ടികൾ കളിക്കാതിരുന്നത്? അതെ, രാജുവായിട്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, എപ്പോഴാണ് കുട്ടികൾ വീട്ടിൽ പോയത്? എ അവരുടെ അമ്മ വിളിച്ചപ്പോൾ, ബി സ്കൂളിൽ ബെല്ലടിച്ചതിന് ശേഷം, സി അവരുടെ കളി കഴിഞ്ഞ ശേഷം, ഡി കൂട്ടുകാർ അവരോട് വരാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതിലേതാ ശരിയായ ഉത്തരം? യെസ്, സ്കൂളിൽ ബെല്ലടിച്ചതിന് ശേഷം. ഇതാണ് ശരി. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. പ്രശ്നം കേട്ടതിന് ശേഷം അമ്മ രാജുവിനെ, ഈ പ്രശ്നം കേട്ട ശേഷം അമ്മ എന്ത് ചെയ്തു? രാജുവിനെ എ ശിക്ഷിച്ചു, ബി ഉപദേശിച്ചു, സി സ്നേഹിച്ചു, ഡി പ്രശംസിച്ചു. എന്താ അമ്മ ചെയ്തത്? അമ്മ ശിക്ഷ കൊടുത്തോ? എന്തെങ്കിലും അടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. ഉപദേശിച്ചു, എന്തെങ്കിലും അങ്ങോട്ടേക്ക് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. സ്നേഹിച്ചു, അവനെ തലോടുകയോ അങ്ങനെ എന്തെങ്കിലും സ്നേഹത്തോടെ ഉമ്മ വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? പ്രശംസിച്ചു, നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞോ? ബി ഉപദേശിച്ചു അല്ലേ. അപ്പോൾ ബി ഉപദേശിച്ചു എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. അടുത്തത്, എന്തിനു വേണ്ടിയാണ് കൂട്ടുകാർ രാജുവിനെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോയത്? എന്തിനു വേണ്ടിയിട്ടാ? ഓപ്ഷൻ എ അവൻ്റെ ഒപ്പം കളിക്കാൻ, ബി സ്കൂളിൽ നിന്നും പറഞ്ഞയക്കാൻ, സി പഠിപ്പിക്കാൻ, ഡി ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോകാൻ. ഇതിലേതാ ശരി? ഇനി അഥവാ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള ആ ഖണ്ഡിക ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം ശരിക്കും വായിച്ചാൽ നമുക്കറിയാം അവൻ്റെ ഒപ്പം കളിക്കാൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം എന്നുള്ളത് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. അവൻ അന്ന് വളരെ സന്തോഷവാനായിരുന്നു. അടിവരയിട്ട വാക്കിൻ്റെ വിപരീത പദം എഴുതുക. സന്തോഷം എന്നുള്ളതിൻ്റെ വിപരീതം എന്താ? സന്തോഷത്തിന് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഭയങ്കരമായിട്ട് സങ്കടമോ ദുഃഖമോ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അതിന് ചേർന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കാം. ഓപ്ഷൻ എ വിരസതയുള്ളവനായിരുന്നു, ബി ഉല്ലാസവാനായിരുന്നു, സി രോക്ഷാകുലനായിരുന്നു, ഡി ദുഃഖിതനായിരുന്നു. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന ഓപ്ഷൻ തന്നെ ഉണ്ട് ഇവിടെ, ദുഃഖിതനായിരുന്നു. ഓക്കെ, ഡി ആണ് ശരിയായ ഉത്തരം. ഇനി വേറൊരു ഖണ്ഡികയാണ് തന്നിരിക്കുന്നത്, ഒരു കഥയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന കഥ വായിക്കുക. ദാഹിച്ചു വലഞ്ഞ കുരുവി. ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ ഒരു കുരുവി മതിലിനരികിലായി ഒരു ടാപ്പ് കണ്ടു. അവൾ ടാപ്പിനടുത്തേക്ക് ചെന്നു. പക്ഷേ അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. കുരുവി ദാഹജലത്തിനായി തിരഞ്ഞു.
ഒരു തുള്ളി വെള്ളം പോലും കണ്ടെത്താനായില്ല. അവൾ ക്ഷീണിതയായി ഒരു മരക്കൊമ്പിൽ തളർന്നിരുന്നു. പെട്ടെന്ന് കുടം നിറയെ വെള്ളവുമായി പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. മരച്ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രത്തിലേക്ക് അവൾ വെള്ളമൊഴിച്ചു. ഉടൻ തന്നെ കുരുവി താഴേക്ക് പറന്നു ചെന്ന് വെള്ളം കുടിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരത്തിന് നേരെയുള്ള അക്ഷരത്തിന് വട്ടം വരയ്ക്കുക. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം എന്നുള്ളത് നോക്കണം. ചോദ്യം: ആരെക്കുറിച്ചാണ് ഈ കഥ? ഒരു പെൺകുട്ടി, ഒരു കാക്ക, ഒരു കുരുവി, ഒരു അണ്ണൻ. ആരെക്കുറിച്ചാ? കുരുവിയെക്കുറിച്ചല്ലേ? അപ്പം എന്താക്കുക? കുരുവി. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: ദാഹജലം തിരഞ്ഞ് തളർന്ന കുരുവി എവിടെയാണ് ഇരുന്നത്? ഓപ്ഷൻ നമ്പർ എ ഒരു കപ്പിന് മുകളിൽ, ബി ഒരു മതിലിൽ, സി ഒരു ടാപ്പിന് മുകളിൽ, ഡി ഒരു വൃക്ഷക്കൊമ്പിൽ. ഏതിലായിരുന്നേ? അവൾ ക്ഷീണിതയായി ഒരു മരക്കൊമ്പിൽ തളർന്നിരുന്നു അല്ലേ? അപ്പം മരക്കൊമ്പിന് മാച്ചാവുന്ന എന്താ അവിടെ ഉള്ളത്? ഒരു വൃക്ഷക്കൊമ്പിൽ. അടുത്തത്: കുരുവി എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എ ഭക്ഷണം, ബി വെള്ളം, സി പെൺകുട്ടി, ഡി കപ്പ്. ഏതാ ശരി? വെള്ളം അല്ലേ? ബി വെള്ളം. ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: മതിലിനു സമീപം കുരുവി ഒരു ഡാഷ് കണ്ടു. മതിലിന് സമീപം കുരുവി എന്ത് കണ്ടു? എ വൃക്ഷം കണ്ടു, ബി ടാപ്പ് കണ്ടു, സി കുടം കണ്ടു, ഡി പാത്രം കണ്ടു. എന്താ കണ്ടേ? ബി ടാപ്പ്. അടുത്ത ചോദ്യം: എവിടെ വച്ചിരുന്ന പാത്രത്തിലാണ് പെൺകുട്ടി വെള്ളമൊഴിച്ചത്? എ വൃക്ഷത്തിന് താഴെ, ബി ചെടിക്ക് സമീപം, സി ടാപ്പിനടുത്ത്, ഡി മേൽക്കൂരയ്ക്ക് താഴെ. ടീച്ചർക്കൊരു സംശയം. അപ്പോൾ ഒന്നുകൂടെ ഇവിടെ വന്നൊന്ന് നോക്കുക. എന്താണ്? അപ്പോൾ എന്താ കാണുന്നത് ഇവിടെ? മരച്ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രത്തിലേക്ക്. അപ്പോൾ എവിടെയാണ്? മരച്ചുവട്ടിൽ അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. മരച്ചുവട്ടിൽ എന്നാണ് നമ്മൾ മുകളിൽ വായിച്ചത്. അപ്പോൾ മരച്ചുവട്ടിൽ നിന്നുള്ള അർത്ഥം വരുന്ന വാക്ക് ഏതാ? വൃക്ഷത്തിനു താഴെ. യെസ്, അപ്പോൾ അതാണ് ശരിയായ ഉത്തരം. എ വൃക്ഷത്തിന് താഴെ. ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യങ്ങളുടെ ലിങ്ക് ടീച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി നോക്കി അടുത്ത ചോദ്യങ്ങൾ കേട്ട് നോക്കുക. ഓക്കെ.